ഇതുകൊണ്ട് ചക്കക്കൊക്കെ നല്ല പ്രിയം കൂടിയില്ലേ? ചക്ക ഇല്ല. ഇങ്ങനെ കിലോയ്ക്കാണോ തൂക്കി കൊടുക്കുന്നത്? 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ഇളക്കി കൊടുക്കും. തൂക്കമൊന്നുമില്ല അല്ലേ? തൂക്കമൊന്നുമില്ല. കിലോയ്ക്ക് എങ്ങനെയാ? ഇളക്കി കൊടുക്കും അല്ലേ കിലോയ്ക്ക്? എത്ര നാളായി തുടങ്ങിയിട്ട്? എത്ര നാളായി? 40 വർഷമായി. എന്തായാലും നല്ലൊരു കാര്യമാണ്, വെറൈറ്റി കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരുപക്ഷെ മേളിൽ നിൽക്കുമ്പോൾ ഇതിനെ വലിയ പാടാണ് ഇങ്ങോട്ട് താപ്പോട്ട് ഇറക്കാൻ. കയ്യിൽ കിട്ടിയാൽ എല്ലാവരും കൊണ്ടുപോകും. അതാണ് ചക്ക അല്ലേ? എന്നാലും അതിൻ്റെ അടുത്തില്ല. ഇല്ലില്ല. കിലോയ്ക്ക് 200 രൂപ ഇളക്കി കൊടുക്കും. പള്ളിമുക്കിയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രിയം കൂടി. കാരണം നമ്മളെ നാട്ടിൽ ചക്ക തറ വീണാൽ പോലും, ചക്ക എടുക്കാൻ പോലും പക്ഷേ നമുക്ക് കാണുന്ന കാഴ്ചകൾ, ഒരുപാട് പേർക്ക് ജോലി ചെയ്തെങ്കിൽ മാത്രമേ ചക്ക നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്നുവെച്ചാൽ മേളിൽ കയറുക, അടത്തി ഇറക്കുക, പൊട്ടാതെ പഴുപ്പിക്കാൻ എടുക്കാം. ഇതിനൊക്കെ ഇച്ചിരി ജോലിയുള്ള പണിയാണ്. ആ ചുളയാക്കി എടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കും. കാരണം മലയാളികൾക്കെല്ലാം ഒരുപക്ഷെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കവറിനകത്ത് ഇളക്കിയിട്ട് ഒട്ടും ചെയ്യാതെ സ്ത്രീകൾ. അതെ, ജോലിയുള്ള പണിയാണ് കേട്ടോ. വീട്ടിലും സംഭവമാണ്. ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഏറ്റവും ആയുർവേദമാണ് ചക്ക. ചക്ക എന്നും കാലങ്ങൾ കഴിയും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ ഒരു ചക്കയാണെങ്കിൽ എന്ത് വിലയ്ക്ക് കൊടുക്കും? 400 രൂപ 500 രൂപ എന്നുവെച്ചാൽ പ്രിയ. കാരണം മേളിൽ കയറാൻ ആളില്ല, ആളെ കയറ്റാൻ നടത്താൻ ആളില്ല. ചക്ക കയറാൻ ആളുണ്ട്. 10 ചക്ക എടുത്തതിന് 500 രൂപ കൂലിയാണെന്ന് പറയുകയാണ്. പള്ളിമുക്കുന്നുള്ള ദൃശ്യങ്ങളാണ്. കയറാൻ ആളില്ല. ഇത് ഭയങ്കര പ്രാക്ടീസ് ആണല്ലോ, കയ്യിലെടുത്ത് വെച്ചിട്ട് വെട്ടുന്നത്. എന്താ പേര്? ചക്ക വീട്ടിൽ മരത്തിൽ കയറുവോ? പോയി പിന്നെ ആര് കയറും? ആളിവിടെ കയറുന്ന ആൾക്കാരുണ്ടോ? അവിടെ ഉണ്ടല്ലേ. ബംഗാളികൾ കയറും. ബംഗാളികളാണ് ഇപ്പൊ കയറിയത്. ആണോ? ഇവിടെ കേരളക്കാർക്ക് കള്ളു കുടിക്കാനേ അറിയാം. ഇവിടുത്തെ കായ് മൊത്തം അമ്മമാര് കൊണ്ടുപോയി ബംഗാളികൾ. കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്. മാങ്ങ നമ്മളെ നാടൻ മാങ്ങയാണ്. ആണോ? നാടൻ മാങ്ങയാണ്. നമ്മൾ പോയി പറപ്പിക്കുന്ന 1500 രൂപ കൂലി. 1500 രൂപ കൂലി. 500 രൂപ കയറുന്നത് കറയിക്കുന്നതാണ് 1000 രൂപ. കറയിക്കുന്നത് 1000 രൂപ. 10 വെട്ടി 5 വെട്ടിയ മാങ്ങ പറയും. എവിടെ താമസിക്കുന്നു? ഞാൻ ഇവിടെ, എൻ്റെ കുടുംബം ഇവിടെ. കുടുംബം ഇപ്പൊ എന്താ പ്രായമുണ്ട്? 76 വയസ്സുണ്ട്. എന്നാലും ജോലി ചെയ്യാൻ എങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാം? പറയുന്നതല്ലേ, ഞങ്ങൾ 11 പേര്, ലാസ്റ്റിൽ 2 പേര്. 11ാമത്തെ മകനാ? 11ാമത്തെ മകൻ. ഒരു ഉമ്മാക്കി 11 മക്കള്. പ്രിയപ്പെട്ടവരെ കേട്ടല്ലേ, ഇതൊക്കെയാണ് കുടുംബം, ജീവിതം എന്നൊക്കെ പറഞ്ഞ. 9 പേരും മരണപ്പെട്ടു. എത്ര ഏജ് എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? 76 വയസ്സിലും ജോലി ചെയ്യുകയാണ്. കണ്ടോ എങ്ങനെ ജീവിക്കാൻ പറ്റും? അതനുസരിച്ച് ജീവിക്കുകയാണ്. 76 വയസ്സിലും നമ്മളെ മലയാളികളൊന്ന് മനസ്സിലാക്കണം എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും. ജോലിയില്ലെന്ന് പറഞ്ഞ് തേടി നടക്കുമ്പോൾ ഒരുപാട് ജോലികളുണ്ട്. ആ ജോലിയൊന്നും മലയാളികൾക്ക് ചെയ്യാൻ വയ്യ. സന്ധ്യയാകുമ്പോൾ കാക്കാടിക്കും. കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നുണ്ടല്ലോ. പള്ളിമുക്ക് എന്നുള്ള ദൃശ്യങ്ങളാണ്. നീ അടുത്ത ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യുക. നന്ദി, നമസ്കാരം.